ഛേ, തനിക്ക് നാണമില്ലൂടെ അത് പറയാൻ? അവന്മാരെ പെണ്ണ് കാണാൻ വിടാൻ താൻ അവിടെ മാരേജ് പൂരം നടത്തുകയാണോ? അതല്ല സാറേ, SI സാറ് പറഞ്ഞത് കൊണ്ട് സമ്മതിച്ചാണ് സാറേ. ഇപ്പൊ തന്നെ അവന്മാര് കാരണം എന്റെ 2 ഇൻക്രിമെന്റ് പോയിരിക്കാണ് സാറേ. രക്ഷിക്കണം സാറേ. SI വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറയാം സാർ. ഈ അലപരാധന കാരണം സൂര്യയില്ലാണ്ടായി. ഓരോരോ തലവേദനകള്. ഇതെന്താ കുളിച്ച് ഈറനായി നിർമ്മാല്യം തൊഴാൻ വന്നതാണ്? നിങ്ങളോട് സാർ അത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തം ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിനാ. അതറിയാമോ? അറിയാം സാർ. എന്തറിയാന്ന്? ഇവനെവിടുന്ന് കിട്ടി? ജെയിംസ് മിസ്സായി മുണ്ടൊരു ഭാഗത്ത് കിട്ടിയതാണ് സാർ. ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ അങ്ങ് പൊക്കോളാം സാറേ. ഉണ്ടായില്ല, എനിക്കിവിടെ മുണ്ട് വെച്ചോടല്ലേ? അല്ല, ഇവനാണ് സാർ മുണ്ട് വെച്ച് ജെയിംസിന് മുണ്ടൂരി കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ചത്. അപ്പോ മുണ്ടില്ലാതെയാണ് നിങ്ങൾ ജെയിംസിനെ കോടതി കൊണ്ടുപോയത്? അല്ല സാറേ, മുണ്ടുപിടിപ്പിച്ച് തന്നെ കൊണ്ടുപോയത്. അപ്പൊ ജെയിംസിന്റെ മുണ്ട് എവിടെ? അത് മുണ്ടൂരുള്ള സ്ത്രീക്ക് കൊടുത്തു സാർ. ഇയാളുടെ മുണ്ടോ? അതാണല്ലോ സാർ ഇവൻ ജെയിംസിന് കൊടുത്തത്. ഓ, നിങ്ങളത് മുണ്ടൂരി കളിക്കായിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയി സാർ. എന്തബദ്ധം? നിങ്ങളുടെ അച്ഛന്മാര് സർവീസിലിരിക്കെ മരണപ്പെട്ടതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. ബുദ്ധിമുട്ടാതെ കിട്ടിയ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മുണ്ട് ഒപ്പിച്ചു കൂട്ടുകാരൻ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ? കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യേ. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇനി ജയിലിൽ ഇറങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ, എനിക്കും കാണുന്ന സാർ ചില ആഗ്രഹങ്ങളൊക്കെ. മുണ്ടില്ലെങ്കിൽ മതി സാർ. സാറേ ഞങ്ങളിനി എന്തായാലും പെണ്ണ് കാണലും പുടവെടുക്കലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കല്യാണോ മധുവതൊക്കെ കഴിഞ്ഞിട്ട് വാ. അയ്യോ സാറേ. സാർ യെസ് മാം. എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. വിത്തിൻ 24 hours മിസ്സായ പ്രതി എനിക്ക് കിട്ടിയിരിക്കണം. ശരി മാം. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. ഇയാൾ ഇതിനു മുമ്പ് നിങ്ങളുടെ സർക്കിളിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്, ശരിയല്ലേ? അവൻ ദൂരേക്കൊന്നും പോവാൻ സാധ്യതയില്ല മാഡം. എന്നവൻ നിങ്ങളോട് പറഞ്ഞോ? നോൺസെൻസ്. ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോലീസുകാരെ അയച്ചു കഴിഞ്ഞു. ആ പോലീസുകാർക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുത്തോ? കൊടുക്കാം മാഡം. അവരുടെ എത്തിയിട്ടുണ്ട് മാഡം. തീരുമാനമായി. പറയാനുണ്ടോ? കേട്ടല്ലോ, നീയൊക്കെ കാരണം SP-യുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാനാ കേട്ടത്. ചെയ്ത പണിക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ താമ്രപത്രം മെയിൽ വന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വീട്ടിൽ പോക്കും. ചെല്ലു. സാറേ നോ, ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. ചാടിപ്പോയാൻ വേറെ എന്തെങ്കിലും പണിയൊപ്പിച്ചാൽ അതിനുള്ള സമാധാനം കൂടി നിങ്ങൾ പറയേണ്ടി വരും. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അവന്മാരുടെ ഓർഡർ അങ്ങ് കൊടുത്തേക്ക്. എന്തൊരു നാറ്റോടാ വെള്ളത്തിന്. നാറ്റം മാത്രം ചോർച്ചിലോ ചിരിച്ചിരിക്കേ. അമ്മച്ചി പറഞ്ഞല്ലേ കഴുകി തരാം. വേണ്ട അമ്മച്ചി, ഞാൻ വീട്ടിലേക്കല്ലേ പോണേ. നിന്റെ കൂലി ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ ബ്രോക്കർ പിന്നെയും വിളിച്ചിരുന്നു. അമ്മച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ. ഇവിടെ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുമ്പോഴാ പെണ്ണ് കാണലും നിനക്ക് മനസ്സിലാക്കും. വേണമെങ്കിൽ പോണ്ട, അതിനെന്തിനാ എന്റെ ബക്കറ്റ് കയറുന്നു? അതെ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും പോലീസുകാരെ വേണ്ട. ഇപ്പൊ തുടങ്ങിയ 10-35 വയസ്സാകുമ്പോഴേക്കും പെണ്ണ് കിട്ടും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നിനക്ക് അമ്മയോട് ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? മയത്തിലും നയത്തിലും സംസാരിച്ചാലേ ഇപ്പൊ തന്നെ സസ്പെൻഷൻ ആയി പറയേണ്ടി വരും. അയ്യോ ആണോ? എന്നപ്പോ പറയണ്ട, അത് മതി അടുത്ത അറ്റാക്ക് വരെ. ഇനി ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ കിട്ടണ്ടേ? പിന്നല്ലാതെ. അപ്പൊ എന്റെ കല്യാണോ? അതൊക്കെ ഇനി പരപ്പാറ ജെയിംസ് തീരുമാനിക്കും. എത്തിയോ വീരശൂര പരാക്രമി? മോനെ, നീ പുഴയെ ചാടി ഏതോ കള്ളനെ പിടിച്ചു ലക്ഷ്മി മോള് പറഞ്ഞല്ലോ, നേരാ? ലക്ഷ്മിയാ? അവളോടാരാ പറഞ്ഞേ? പറയണോ? അവള് TV കണ്ടൂന്ന്. അവിടുത്തെ ലോക്കൽ ചാനലിൽ പല പ്രാവശ്യം കാണിച്ചു. ഈ ലോക്കൽ ചാനലുകാരെ കൊണ്ട് തോറ്റു. അലവലാദികള് ക്യാമറ നോക്കിക്കൊണ്ട് ഇറങ്ങിക്കോളൂ. ചുമ്മാ മനുഷ്യന്മാരെ നെറ്റിക്കാൻ. 4 ആൾ അറിയുന്നത് നല്ലതല്ലേടാ. നിന്റെ അച്ഛനും ഇതേ സ്വഭാവമായിരുന്നു. പേരും പ്രശസ്തിയൊന്നും ഒട്ടും ഇഷ്ടല്ലായിരുന്നു. ആഹാ, മോനെത്തിയോ? അച്ഛമ്മ എല്ലാം അറിഞ്ഞു. ദേ, ഇന്നാണ് നീ ശരിക്കും എന്റെ നാരായണന്റെ മോനായത്. പോലീസായ ഇങ്ങനെ വേണം. കെട്ടാൻ പോണ ചെക്കന്റെ കേമത്വം ലക്ഷ്മി മോളുടെ വീട്ടുകാരും കൂടി ഒന്ന് അറിയട്ടേടാ. അല്ലേ മോളെ? അച്ഛമ്മക്ക് സന്തോഷായി. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ സങ്കടം ആയിക്കോളും. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? സത്യമാണോ?
അതെ സാറേ. 6 പവന്റെ മാലയാണ് മോഷണം പോയിരിക്കുന്നത്. എന്റെ താലിമാലയായിരുന്നു. അല്ലേ ഈ ഭർത്താവ് എങ്ങാനും എടുക്കാൻ സാധ്യതയുണ്ടോ? അല്ലേ ഈ പണയം വെക്കാനോ മറ്റോ? ഇല്ല സാറേ, അങ്ങേര് സ്ഥലത്തില്ല. 2 വർഷമായിട്ട് ദുബായിലാ. ഇത് ഞാൻ കുളിക്കാൻ പോകുമ്പോ മേശപ്പുറത്ത് ഊരി വെച്ചതാ. തിരിച്ചു വന്ന് നോക്കുമ്പോ സാധനം കാണാനില്ല. ഓഹോ, മോഷണം നടന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇത് വണ്ടാഴി പാപ്പച്ചനാവാനാണ് സാർ സാധ്യത. വേറെന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഒരുത്തൻ മതിൽ ചാടി പോകുന്നത് ഒരു മീൻകാരി തള്ള കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താനൊരു കാര്യം ചെയ്യും, പോകുമ്പോൾ ആ വണ്ടാഴിയെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ. സർ, ആ സ്ത്രീയെ വിളിച്ച് അവനൊന്ന് കാണിച്ചു നോക്ക്. തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ശരി സർ. സാറേ, എന്റെ മാല കിട്ടുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. വിളിപ്പുറത്താണല്ലോ കർത്ത. പോലീസൊക്കെ ഉറക്കില്ല. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. വനിതാ പോലീസ് SI സാർ അകത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് മീറ്റ് ചെയ്യാനാ. വെറുതെ നിൽക്കല്ലേ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. എന്താ? ഒന്നുമില്ല സാറേ, പൈസ മടിയില്ല ചേട്ടാ. ഒന്ന് നോക്കിയേ, അവൻ തന്നെയല്ലേ അന്ന് മതിലയാടിയത്? ശരിക്കും നോക്ക്. ഇവനെ കണ്ടിട്ട് ഒരു പാവത്താനെ പോലെ ഉണ്ടല്ലോ സാറേ. ഇവന്റെ നോട്ടം കണ്ടാലറിയാം ഇവൻ പഠിച്ച കള്ളനാണെന്ന്. സാറേ, ഇവൻ ഇങ്ങനെ നിർത്തിയാ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? പിന്നെ എങ്ങനെ നിർത്തണം? ഇവനോട് തിരിഞ്ഞു നിൽക്കാൻ പറ സാറേ. മതില് ചാടിയവന്റെ പുറകു വശല്ലേ സാറേ ഞാൻ കണ്ടത്. ആ അങ്ങോട്ട് തിരിഞ്ഞേക്കണം. ഇതവനല്ല സാറേ, അവന് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ അത് രണ്ടുമില്ല. നിക്കണ നിപ്പ് കണ്ടില്ലേ, നാണം കേട്ടവൻ. ഓ, അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇറങ്ങി പോതല്ലേ മനുഷ്യൻ മെനക്കെടുത്താതെ. അത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം. കള്ളനെ കിട്ടാത്ത എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഞാൻ പോവുക. മനുഷ്യനാണെങ്കിൽ കാലോണ്ട് തീരെ വയ്യ. എനിക്ക് കുന്തോട് മാറ്റിയേ. ഇതൊന്ന് പിടിച്ചേ മോളെ, ഇതൊന്ന് പിടിക്കാൻ. പൊന്തിക്ക്. ഇവിടെ തൊള്ളയും പൊളിച്ച് നിന്ന് നേരം കൊണ്ടേ എനിക്ക് 10 ചാള വിൽക്കായിരുന്നു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തായി? ഇവൻ വല്ലതും പറഞ്ഞോ? ഇല്ല മേഡം, ഇതുവരെ ഇവൻ വാ തുറന്നിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ വിരലടയാളം അവിടെ വന്നത്? എന്റെ വിരലടാവോ? എന്നാ പിന്നെ ഞാൻ തന്നെ ആയിരിക്കും. മുണ്ടൂര് കള്ള് ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളും കപ്പയും കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് സാറേ ഒരു സ്ത്രീ
അടുക്കള വാതിൽ ചാരി കുളിക്കാൻ പോകുന്നത് ഞാൻ കണ്ടത്. നിൽക്കാൻ പറ്റിയില്ല സാറേ. അമ്മച്ചിയുടെ വിളി മാല കെട്ടി വെച്ച മുണ്ടും പറിച്ചുകൊണ്ടാണ് മാഡം അന്ന് ജെയിംസ് ഓടിയത്. കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ച തെണ്ടി. സാറേ, റോയും വിഷ്ണു പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. വേണം ജെയിംസിനെ കിട്ടിക്കഴിയുമ്പോ നീ പറഞ്ഞ കഥ വല്ല മാറിയ പിന്നെ വേറെ കഥ പറയാൻ നീ ജീവനോട് ഉണ്ടാവില്ല. മനസ്സിലായോ? താങ്ക് യു സാർ.